first question. Which temple offering has been offered GI tag, geographical identity in India for the first time? GI tag, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഗുരുവായൂർ പപ്പടം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ദ ജോഗ്രഫിക്കൽ ഐഡൻറ്റിറ്റി ടാഗ് ഏത് ടെമ്പിൾ ഓഫറിങ്ങിനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നൽകിയത്? അരവണ പായസം. അല്ല. ഇറ്റ് വാസ് എ ഗുഡ് ഗെസ്. ദാറ്റ്സ് നോട്ട് ദ ആൻസർ. കണ്ണൂർ. അമ്പലപ്പുഴ പാൽപ്പായസം. അല്ല. അഗെയിൻ എ ഗുഡ് ഗെസ്. തിരുപ്പൂർ ടെമ്പിൾ. അല്ല അല്ല. തിരുപ്പതി ലഡു. തിരുപ്പതി ലഡു അല്ല. പറഞ്ഞോളൂ. മലപ്പുറം പാസ്സാണോ? ഓക്കെ. പാലക്കാട്. സാഞ്ചി ക്രാഫ്റ്റ്. അല്ല. തൃശ്ശൂർ. എറണാകുളം. ഇടുക്കി. നിലമ്പൂർ തേക്ക്. അല്ല. ഇത് ടെമ്പിൾ ഓഫറിംഗ് ആണ് മോളെ. നിലമ്പൂർ തേക്ക് എന്ന് പറയും. ദാറ്റ് ഇസ് ആക്ച്വലി ദാറ്റ് ഇസ് ജോഗ്രഫിക്കൽ ഐഡൻറ്റിറ്റി. പക്ഷേ ഇൻ ദിസ് കേസ് വിച്ച് ഐ ആസ്ക്ഡ് വാസ് ഇറ്റ്സ് എ ടെമ്പിൾ ഓഫറിംഗ് വിച്ച് ഗോട്ട് ദ ഫസ്റ്റ് GI ടാഗ് ഇൻ ഇന്ത്യ. കോട്ടയം. ആലപ്പുഴ. ആറന്മുള കണ്ണാടി. അല്ല. അത് ടെമ്പിൾ ഓഫറിംഗ് അല്ലല്ലോ. GI ആണ് എന്നാലും. പത്തനംതിട്ട. പഞ്ചാമൃതം. ആ, പളനി. കറക്റ്റ്. ആബ്സല്യൂട്ട്ലി കറക്റ്റ്. പഴനിയിലെ പഞ്ചാമൃതത്തിനാണ് ആദ്യമായിട്ട് ജോഗ്രഫിക്കൽ ഐഡൻറ്റിറ്റി ടാഗ് കിട്ടുന്നത്. സോ 10 points go to പത്തനംതിട്ട. So let's go to the next question. Kannur. Which day is celebrated as International Youth Day? സെപ്റ്റംബർ 23rd. No. വിവേകാനന്ദൻ. അല്ല. 2nd February. No. 12th August. Absolutely correct. 12th August is the correct answer. Kozhikode gets 10 points. The next direct question goes to Wayanad. അത് ഇൻ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഉള്ള അടുത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അത്. Who was the mission director for the 100th launch from Sriharikota of the ISRO GSLV P-15? Hot news. Dr. V. Narayan. No. മിഷൻ ഡയറക്ടർ ആരായിരുന്നു എന്നുള്ളത്. കുറേ മലയാളീസ് ഇൻവോൾവ് ആണ്. ഇത് മിഷൻ ഡയറക്ടർ ആരായിരുന്നു എന്നുള്ളത്. കോഴിക്കോട്. മലപ്പുറം. പാലക്കാട്. തൃശ്ശൂർ. ഡോക്ടർ രാജരാജൻ. നോ. എറണാകുളം. ഇടുക്കി. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. നോ. കോട്ടയം. തോമസ് കുര്യൻ. Absolutely correct. Thomas Kurian is the correct answer. So 10 points. He was the mission director for the 100th launch from Sriharikota of the ISRO GSLV P-15. So 10 points go to Kottayam. The next direct question goes to Kozhikode. Which Indian state speaks Khasi language? മിസോറാം. No. നാഗാലാൻഡ്. Huh? നാഗാലാൻഡ്. No. ആസാം. No. Thrissur? മണിപ്പൂർ. No. സിക്കിം. No. ജമ്മു ആൻഡ് കാശ്മീർ. No. ഉത്തരാഖണ്ഡ്. അല്ല. മേഘാലയ. അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഇവർ പറഞ്ഞ് ഇവിടെ എത്തിയിട്ട് പിന്നെ അത് കാശ്മീരിലേക്ക് പോയപ്പോൾ ഐ തോട്ട് ദേ ലോസ്റ്റ് ദ ട്രെൻഡ്. 7 സിസ്റ്റേഴ്സിൽ പെട്ട തന്നെയാണ്. മേഘാലയ സ്പീക്സ് ഖാസി ലാംഗ്വേജ്. സോ 10 points go to ആലപ്പുഴ. Now the next question goes to മലപ്പുറം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നിയമപരമായിട്ടുള്ളൊരു ചോദ്യമാണ്. പത്രങ്ങളിൽ വളരെയധികം വാർത്താ പ്രാധാന്യം ലഭിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. Who were the 2 judges who partially and completely dissented the opinion of the majority judges in the recent 9-judge bench decision in property owners' rights case? അല്ല, ഓണേഴ്സ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓണേഴ്സ് കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രോഫി വേണ്ടിയിരുന്നത്. In which it has been held that private property can be considered as material resources under Article 39B of the Indian Constitution. കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അടുത്തുണ്ടായതാണ്. 9 ജഡ്ജിമാരുടെ ഒരു വിധിന്യായമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടീനെ മെറ്റീരിയൽ റിസോഴ്സസിൻ്റെ നിർവചനത്തിൽ കൊണ്ടുവരാം. ആർട്ടിക്കിൾ 39. അതിൽ 2 പേര്, ഒരാൾ പകുതിയും ഒരാൾ മുഴുവനായിട്ടും ഇത് ഡിസെൻറ്റ് ചെയ്തു ഈ ജഡ്ജ്മെൻറ്റിൽ. ആ 2 ജഡ്ജിമാരാരാണ് സുപ്രീം കോടതിയിൽ? ജസ്റ്റിസ് BV നാഗരത്ന. ഗുഡ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അല്ല. പകുതി കറക്റ്റാണ്. പാലക്കാട്. ജസ്റ്റിസ് BV നാഗരത്ന ആൻഡ് ജസ്റ്റിസ് മനോജ് മിശ്ര. നോ. ദിസ് ഇസ് നാഗരത്ന പാർഷ്യലായിട്ടാണ് ഡിസെൻറ്റ് ചെയ്തത്. ദ അതർ പേഴ്സൺ കംപ്ലീറ്റ്ലി ഫുള്ളി ഡിസെൻറ്റഡ് ദ ജഡ്ജ്മെൻറ്റ്. അതാരാന്ന് പറഞ്ഞുതരും. തൃശ്ശൂർ. ജസ്റ്റിസ് JB പർദിവാല. നോ. എറണാകുളം.
DY ചന്ദ്രയോട് അല്ല, DY Chandrachud headed the judgment. Actually, ultimately it became an 8-1 judgment because partial ആയിട്ടാണ് ജസ്റ്റിസ് നാഗരത്ന അത് ഡിസെൻറ്റ് ചെയ്തത്. ജസ്റ്റിസ് ചന്ദ്രചൂഡ് headed it. ഇടുക്കി ജസ്റ്റിസ് സൂര്യകാന്ത്. അല്ല. കോട്ടയം, ആലപ്പുഴ ജസ്റ്റിസ് ഉജ്വൽ ബോയൻ. ഇല്ല. പത്തനംതിട്ട ജസ്റ്റിസ് അരവിന്ദ് കുമാർ. അല്ല. കൊല്ലം ജസ്റ്റിസ് KV വിശ്വനാഥൻ. നോ. ദിസ് ഇസ് തിരുവനന്തപുരം. ജസ്റ്റിസ് BR ഗവായ്. നോ. കാസർഗോഡ് ജസ്റ്റിസ് സഞ്ജയ് കരോൾ. നോ. കണ്ണൂർ ജസ്റ്റിസ് ഋഷികേശ് റായ്. നോ. വയനാട്, കോഴിക്കോട് this is Justice Sudhanshu Dhulia who completely dissented that judgment. This is Sudhanshu Dhulia. 10 point മലപ്പുറത്തിന്, 10 points ജസ്റ്റിസ് നാഗരത്ന എന്ന് പറഞ്ഞതിന്. Okay, so the next question goes directly to Palakkad. What is the science of law called? Jurisprudence. Absolutely correct. 20 points to Palakkad. Jurisprudence is the science of law. The next direct question goes to Thrissur. Which Indian state institution, bar company, has adopted its motto from the Bhagavad Gita? Yogakshemam Vahamyaham. കണ്ണ് തുറന്ന് റോട്ടിൽ നടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ള ടാഗ് ലൈനുള്ള ഏത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയിലുള്ളത്? PWD. നോ, ഇറ്റ്സ് പബ്ലിക് കോർപ്പറേഷനാണ്. എറണാകുളം. Road Safety Authority. സോറി, Road Safety. അല്ല. യോഗക്ഷേമം വഹാമ്യഹം ഒന്ന് ആ വേർഡ്സും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹു ടേക്സ് കെയർ ഓഫ് യുവർ വെൽഫെയർ. ഇടുക്കി. സാമൂഹ്യക്ഷേമ. അല്ല. കോട്ടയം. LIC. ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. യോഗക്ഷേമം വഹാമ്യഹം അവരുടെയാണ് മോട്ടോ. ഇനി നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു എറണാകുളം. What is the motto of the Supreme Court of India? യഥോ ധർമ്മസ്ഥതോ ജയ. What does it mean? ട്രൂത്ത് അലോൺ ട്രയംഫ്. അതല്ല. Where there is dharma, അയ്യോ, അത് there is സത്യമേവ victory. ജയതേ. എന്നുള്ള സത്യമായ വിജയതയാണത്. Where there is dharma, there is victory. The question, you answered the question correctly. Yado dharma tato jaya. 20 points go to എറണാകുളം. ഇനി അടുത്ത ചോദ്യം കറക്റ്റായിട്ടുള്ള ആൻസർ വേണം. അതിൻ്റെ വിളിപ്പേരോ ഓമനപ്പേരോ ഒന്നും പറഞ്ഞാൽ പോരാ. You have to give the correct answer, preferably with the date, with the year also of the statute. Which statute was enacted in tune with the guidelines framed by the Honorable Supreme Court of India in Vishakha versus State of India? I mean, Vishakha versus State of Rajasthan. I'm sorry. It's, Vishakha versus State of Rajasthan. A full name വേണേ. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. No. Correct ആയിട്ട് ആ ആക്ടിൻ്റെ പേര് പറയണം. കോട്ടയം, ആലപ്പുഴ. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം സെക്ഷൽ No, ഹറാസ്മെന്റ്. no, no, no. പത്തനംതിട്ട, കൊല്ലം. Protection of sexual harassment of No, women. no, no. തിരുവനന്തപുരം. Protection of women from sexual harassment. Prevention of sexual No, harassment. no. ആക്ട് കംപ്ലീറ്റ് പേര് പറയണം. Sexual harassment of women at workplace, prevention, protection, prohibition and redressal act. The act is name correct ആണ്. ഇയറും കൂടെ പറയൂ. 1989. അല്ല. ആർക്കെങ്കിലും ഇയർ പറയാൻ പറ്റുമോ എന്ന് കൂടെ നോക്കട്ടെ. The statute you have named it correctly. വയനാട്. 2011. No. കോഴിക്കോട്. 2012. No. 1992. No. 2013. കറക്റ്റ് ആണ്. You have given the date correctly. ഫുൾ ഇത് പറയാൻ പറ്റുമോ? Protection of. നോ, നോ. അങ്ങനെ കൊണ്ട് നിങ്ങൾക്ക് ആക്ടിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല. ആക്ടിൻ്റെ പേരും കൂടെ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോയിന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. യു ആർ ജസ്റ്റ് വൈൽഡ്ലി ഗെസ്സിങ് ദ ഇയർ. തൃശ്ശൂർ, എറണാകുളം. സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്, prevention, prohibition and redressal act 2013. So that's the correct answer, but they have also given 5 points each to Kannur and Ernakulam. It's the answer is the Sexual Harassment of Women at Workplace, Prevention, Prohibition and Redressal Act of 2013. പറയുമ്പോൾ പോഷ് ആക്ട് എന്ന് പറയുമ്പോൾ എവറിബഡി ടെൻസ് ടു തിങ്ക് അബൌട്ട് ആസ് പ്രിവെൻഷൻ ഓർ പ്രൊട്ടക്ഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ്. സോ പെർഹാപ്സ് ദാറ്റ്സ് ദ റീസൺ.
Anyway, the next question also, Adam, again, you have to give the complete answer. Which statute was enacted by the central government following the declaration of triple talaq, muttalaq, as a criminal offence by the Honorable Supreme Court of India? And complete നിയമത്തിൻ്റെ പേര് പറയണം. മുത്തലാഖ് കുറ്റകരമാക്കി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ സുപ്രീം കോടതി. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി. ആ നിയമത്തിൻ്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് ആ നിയമത്തിൻ്റെ വർഷത്തോടു കൂടെ പേര് പറയുക. പാസ്. ആലപ്പുഴ പാസ്. പത്തനംതിട്ട, കൊല്ലം തലാഖ് നിരോധന നിയമം 2019 അല്ല, 2019 കറക്റ്റാ. തിരുവനന്തപുരം Protection of Muslim Women on Rights of Divorce Act 1986. No. There is an act similar to that of 1984, but അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കണ്ണൂർ Dissolution of Muslim. No. Dissolution of Muslim Marriage Act is of the year 1939. മുത്തലാഖ് അല്ല. വയനാട് Muslim Women Divorce Act. അല്ല. Muslim Women Act 1986. No. Protection of Muslim Women's Act കുറേ 2009. വാക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ you have to give me the name of that statute completely. പാലക്കാട്, Protection of Muslim Women Marriage Act 2019. തൃശ്ശൂർ, Muslim Women Protection of Rights on Divorce Act 2000, Protection of Rights Act 2019. ഇടുക്കി. The answer is Muslim Women Protection of Rights on Marriage Act 2019. എറണാകുളത്തിന് ഒരു 5 പോയിന്റ് കൊടുക്കാം. So the next direct question goes to ആലപ്പുഴ. ഇതും കൃത്യമായിട്ടുള്ള ഫുൾ ആൻസർ പറയണം കേട്ടോ. What is the revised name of the Criminal Procedure Code and when did it come into force? 2 ഭാഗങ്ങളുണ്ട് ആ ചോദ്യത്തിന്. ഭാരതീയ ന്യായ സംഹിത പോയി, ഫസ്റ്റ് പാർട്ട് പോയി. പത്തനംതിട്ട, ഭാരതീയ നാഗരിക് സുരക്ഷാ സംവിധാൻ എന്നാണത് ഫോഴ്സിൽ വന്നത്? 1972. CRPC മാറി BNSS ആയതെന്നാ? 2023. ഫസ്റ്റ് പാർട്ട് ഇസ് കറക്റ്റ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 1 ജൂലൈ 2024. Absolutely correct. Completely correct. Again, 10 points we can divide between them. 5 points to 5 points. Pathanamthitta and Kollam will get 5 points. The answer is Bharatiya Nagarik Suraksha Sanhita, which came into force on 1/7/2024. Next question goes to Pathanamthitta. Direct question. Where is the National Judicial Academy located? ഭോപ്പാൽ. Bhopal. It's correct answer. 20 points. Direct question. Pathanamthitta gets 20 points. Then comes the next question. Kollam. Right to education was inserted as Article 21A of the Constitution by way of which amendment? 88th constitutional amendments. Alla. 86th constitution. 86th constitutional amendment. Trivandrum gets 10 points. And now we come to the last question of this quiz competition. Direct question goes to Trivandrum. ഇത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്ഥിരം പത്രവായനയെന്ന് മനസ്സിലാക്കാവുന്നതാണ്. By which statute are public holidays in India declared? Negotiable Instruments Act. Absolutely correct. Negotiable Instruments Act 1881. So direct answer, 20 points to Thiruvananthapuram. So we have come to the close of the entire quiz program.